ഇന്ന് വിജയദശമി. ആയിരക്കണക്കിന് കുരുന്നുകൾ അക്ഷരലോകത്തേക്ക് ഇന്ന് ചുവടുവെക്കും. സംസ്ഥാനത്തെ വിവിധ ആരാധനാലയങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും കുട്ടികളെ എഴുത്തിനിരുത്തും. വിവരങ്ങളുമായി പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്നും സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, ഈ ഒരു ആദ്യാക്ഷരം കുറിക്കുകയാണ് പല കുരുന്നുകളും ഇന്ന്. എന്തൊക്കെയാണ് ക്ഷേത്രത്തിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ? ദീപ്തി, നവരാത്രി ആഘോഷങ്ങളുടെ അവസാന ദിവസമാണെന്ന്. ഇന്നാണ് വിജയദശമി. ഞാൻ നിൽക്കുന്നത് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലാണ്. തിരുവനന്തപുരത്ത് ആദ്യാക്ഷരം കുറിക്കാൻ നിരവധി കുരുന്നുകൾ എത്തുന്ന വിദ്യാരംഭം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം സരസ്വതി മണ്ഡപം. ചരിത്രപരമായിട്ടും ഒട്ടേറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ്. ഇവിടെ ഇപ്പോൾ രണ്ടിടത്താണ് കുട്ടികളെ എഴുത്തിനിരുത്തുന്നത്. ഇതാണ് കൽമണ്ഡപം. ഇവിടെയും തൊട്ടപ്പുറത്ത് ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ട്. ഇവിടെ രണ്ടിടങ്ങളിലുമായിട്ടാണ് കുട്ടികളെ ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടി ഉള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 5:15 മണിയോടുകൂടിയാണ് ഇന്നിപ്പോൾ വിദ്യാരംഭ ചടങ്ങുകൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഏകദേശം 1500-ലധികം കുട്ടികൾ ഇന്നിപ്പോൾ ഇവിടെ വിദ്യാരംഭം കുറിക്കുന്നതിനായിട്ട് എത്തും എന്നുള്ളതാണ് ഇവിടെ ക്ഷേത്ര ഭാരവാഹികളൊക്കെ തന്നെ പറയുന്നത്. എല്ലായ്പ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ സരസ്വതി മണ്ഡപം. നിരവധിയായിട്ടുള്ള പ്രഗത്ഭർ കുട്ടികളെ എഴുത്തിന് ആദ്യാക്ഷരം പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ എത്താറുണ്ട്. ഇന്നിപ്പോൾ പുലർച്ചെ തന്നെ ചാണ്ടി ഉമ്മനും അതുപോലെ തന്നെ VS ശിവകുമാറും ഒക്കെ കുട്ടികൾക്ക് ഹരിശ്രീ പകർന്ന് നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ സരസ്വതി മണ്ഡപത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 50ഓളം ഗുരുക്കന്മാർ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നതിന് വേണ്ടി സരസ്വതി മണ്ഡപത്തിൽ മാത്രം എത്തിച്ചേരും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കുട്ടികളൊക്കെ തന്നെ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ ആദ്യാക്ഷരമൊക്കെ എഴുതുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ മാത്രമല്ല, മറ്റ് ആറ്റുകാൽ ദേവീക്ഷേത്രം അതുപോലെ തന്നെ ചോറ്റാനിക്കരയിലൊക്കെ തന്നെ വലിയ തിരക്ക് അതിരാവിലെ മുതൽ തന്നെ ആദ്യാക്ഷരം കുറിക്കാൻ എത്തുന്ന കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും ഒക്കെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പതിവ് തെറ്റാതെ സരസ്വതി മണ്ഡപത്തിലും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. ഏകദേശം 1000-ലധികം കുരുന്നുകൾ ഇന്നിപ്പോൾ ഇവിടെ ആദ്യാക്ഷരം എഴുതുന്നതിന് വേണ്ടി എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി കുട്ടികൾ ആദ്യാക്ഷരം എഴുതി മടങ്ങുന്നു എന്നുള്ളതാണ്. കുട്ടികളൊക്കെ വലിയ സന്തോഷത്തോടെ ആദ്യാക്ഷരം എഴുതി മടങ്ങുവാണ്. കുറച്ചുപേർ കരയുന്നുണ്ട്, പക്ഷെ പലരും നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. എല്ലായ്പ്പോഴും വരാറുണ്ടോ കുട്ടികളെ? ആയിട്ടാണ് പൂജപ്പുര മണ്ഡപത്തിൽ നടക്കുന്നത്. എവിടെയായിരുന്നോ? എന്താ നേരത്തെ എവിടെയെങ്കിലും? നേരത്തെ പല അമ്പലങ്ങളിലും പോയിട്ടുണ്ട്. ഞാൻ ഒരു ഡോക്ടറായതുകൊണ്ട് തന്നെയുള്ള സമയം കിട്ടാറില്ല. അതാണ്, കരയുന്ന കുട്ടികളും അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി ആദ്യാക്ഷരം എഴുതാൻ എത്തുന്ന കുടുംബങ്ങളും ഒക്കെ തന്നെയുണ്ട്. ചാണ്ടി ഉമ്മനൊക്കെ അതിരാവിലെ കുട്ടികളെ അക്ഷരം എഴുതിക്കുന്നതിന് വേണ്ടിയിട്ട് സരസ്വതി മണ്ഡപത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ആദ്യാക്ഷരം എഴുതി പോകുന്നു. അതെ അതെ, വലിയ ബഹളങ്ങളോ കരച്ചിലുകളോ ഒന്നും വളരെ കാണുന്നില്ല. എല്ലാവരും ഹാപ്പിയാണ്. തീർച്ചയായിട്ടും വലിയൊരു ദിവസമാണല്ലോ. അപ്പം അവരെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പ്രായം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഉള്ള കുട്ടികൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. കുട്ടികൾ കരയുന്നൊക്കെ ഉണ്ട്. അത് വളരെ കുറച്ചാ. എൻ്റെ അടുത്ത് വന്നവരൊക്കെ വലിയ ഹാപ്പി ആയിട്ടാ. കരച്ചിലോട്ടെ തന്നെ പേരൻസിന്റെ അടുത്തിരിക്കുമ്പോൾ അവര് കരച്ചിൽ മാറുന്നുണ്ട്. കുട്ടികളെ വർഷം ഞാൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എഴുത്തിനെത്താൻ വന്നിരുന്നു. ഈ വർഷം വീണ്ടും അവർ ക്ഷണിച്ചപ്പോൾ ഞാൻ എന്തായാലും വരാമെന്ന് വെച്ചു. അങ്ങനെ വന്നു പോവുകയാണ്. അത് രാവിലെ ചാണ്ടിയമ്മൻ MLA ഒക്കെ കുട്ടികളെ ആദ്യാക്ഷരം എഴുതിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുപേർ കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നവരാത്രി ആഘോഷങ്ങൾ അതിവിപുലമായിട്ടാണ് ഈ സരസ്വതി ക്ഷേത്രത്തിൽ ആഘോഷിച്ചു പോയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്, അതായത് ഇന്നിപ്പോൾ അവസാന ദിവസമാണ്. സാധാരണ ദിവസങ്ങൾ നമുക്കറിയാം നവരാത്രി ആ വാക്കിൽ തന്നെയുണ്ട്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എല്ലായ്പ്പോഴും നടക്കാറ്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത്, 11 ദിവസമായിരുന്നു നവരാത്രി ആഘോഷം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനത്തെ ദിവസമാണ്. ഇന്നാണ് വിജയദശമി. വിജയദശമിയോടനുബന്ധിച്ചാണ് കുട്ടികൾ വിദ്യാരംഭമൊക്കെ നടത്തുന്നത്. ഇത്തവണത്തെ നവരാത്രി ആഘോഷങ്ങൾ അത് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ എത്തരത്തിലാണ് ആഘോഷിച്ചത് എന്നൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ ആഘോഷ പരിപാടികൾ, ദീപാലങ്കാരങ്ങൾ, ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്ന മേള, അതൊക്കെ തന്നെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ ഇതിനോടകം തന്നെ വൈറലാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ അതിവിപുലമായിട്ടാണ് ആഘോഷ പരിപാടികൾ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. 10 രാത്രികളും അതുപോലെ തന്നെ 11 പകലുകളുമായിരുന്നു ഇത്തവണ നവരാത്രി ആഘോഷങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്?
കുട്ടികൾ കുറച്ച് പേര് വാശിക്കാരുണ്ട്, കുറച്ച് പേര് എനിക്ക് തോന്നുന്നു ഭയങ്കര ആവേശത്തില്ല. നമ്മൾ ആചാര്യൻ എഴുതുന്നതിന് മുമ്പ് തന്നെ എടുത്തു തുടങ്ങുക എന്നുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ട്. വലിയൊരു പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും പിഞ്ചു കുഞ്ഞുങ്ങളെ അവരുടെ ഭാവി ജീവിതത്തിലേക്ക് വിവേകമുള്ളവരെയും വിദ്യാഭ്യാസമുള്ളവരായിട്ട് അതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക, അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ്. അതും പ്രത്യേകിച്ച് പൂജപ്പുര ഈ സരസ്വതി മണ്ഡപത്തിൽ വന്ന് ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിനേക്കാളും പുണ്യവും സന്തോഷമുള്ള കാര്യം. എല്ലായ്പ്പോഴും വരാറുണ്ട്? ഇല്ല, ഞാനിവിടെ ആദ്യമായിട്ടാണ്. ബാക്കി സാധാരണ ഇത് പത്രങ്ങളിലേക്ക് 12 കൊല്ലമായിട്ട് എഴുത്തിന് നിൽക്കുന്നുണ്ട്. വിവിധ മേഖലകളിൽ, അതായത് കലാ സാംസ്കാരിക മേഖലകളിൽ, രാഷ്ട്രീയ മേഖലകളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന പ്രഗത്ഭർ കുട്ടികളെ അക്ഷരം എഴുതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എല്ലായ്പ്പോഴും നമ്മളത് കാണുന്ന കാഴ്ച തന്നെയാണ്. ശശി തരൂർ എംപിയൊക്കെ തന്നെ എല്ലായ്പ്പോഴും പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ എത്തുകയും കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുകയും ഒക്കെ തന്നെ ചെയ്യാറുണ്ട്. എന്തായാലും വളരെ സന്തോഷവും കൗതുകവും ഒക്കെ തോന്നുന്ന ഒരു ദിവസം കൂടിയാണ് ഈ വിദ്യാരംഭ ദിനമെന്ന് പറയുന്നത്. പല കുട്ടികളുടെയും മുഖത്ത് പല ഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. സന്തോഷത്തോടു കൂടി തങ്ങളുടെ ആദ്യാക്ഷരം അത് എഴുതി മടങ്ങുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. ചിലർ എന്താണ് എന്ന് പോലും അറിയാതെ ഇങ്ങനെ ഗുരുക്കന്മാരുടെ മടിയിൽ ഇരുന്ന് അമ്മമാരും അതുപോലെ തന്നെ അച്ഛനും ഒക്കെ പറയുന്നത് കേട്ട് ഇരിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. വളരെ സന്തോഷത്തോടു കൂടി ആദ്യാക്ഷരം എഴുതി മടങ്ങിപ്പോകുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. അരിയിൽ ഹരിശ്രീ എഴുതുന്ന ഒരു കുഞ്ഞ് മോനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവൻ എന്താണ് എഴുതുന്നതെന്നോ എന്താണ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതോ ഒന്നും അവന് അറിയില്ല. പക്ഷേ ഗുരു പറയുന്നത് പോലെ അല്ലെങ്കിൽ അമ്മ അടുത്തിരുന്ന് പറയുന്നത് പോലെയൊക്കെ തന്നെ ചെയ്യുകയാണ്. അതിനുശേഷം നാവിൽ സ്വർണം കൊണ്ട് എഴുതും. ഇതിൽ നിന്ന് ഇന്ന് ആയിരക്കണക്കിന് കുരുന്നുകളാണ് ഈ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം വിദ്യാരംഭ ചടങ്ങുകൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ അതിരാവിലെ ക്ഷേത്ര നടയിൽ വെച്ചിരുന്ന പൂജവെപ്പ് എടുത്തതോടു കൂടിയാണ് വിദ്യാരംഭ ചടങ്ങുകൾക്ക് ആരംഭമായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത്. കൂടാതെ ഈ അമ്പലത്തിൽ പുസ്തകങ്ങളൊക്കെ തന്നെ പൂജ വെക്കുന്നവരുണ്ട്. മറുവശത്ത് അത്തരത്തിൽ വെച്ച തങ്ങളുടെ പുസ്തകങ്ങളൊക്കെ തന്നെ ആയുധങ്ങളൊക്കെ തന്നെ കൊണ്ടുപോകാൻ ഉള്ള ഒരു തിരക്ക് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ വിദ്യാരംഭ ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. 8 മണിയോടുകൂടി തന്നെ സംഗീത വിദ്യാരംഭം, നൃത്ത വിദ്യാരംഭം ഒക്കെ തന്നെ ക്ഷേത്രത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലൊക്കെ തന്നെ എല്ലായ്പ്പോഴും അനുഭവപ്പെടുന്നത്. ഇവിടെ മാത്രമല്ല, ജില്ലയിലെ പല ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ അതിവിപുലമായിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. ഒരു കുഞ്ഞ് ഭയങ്കരമായിട്ട് നിർബന്ധം പിടിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞ് അവൻ്റെ അക്ഷരലോകത്തേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പല തരത്തിലുള്ള കുട്ടികളെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. മറ്റു ഒരു പ്രത്യേകത, ഇന്നിപ്പോൾ ശിശുക്ഷേമ സമിതിയിലെ കുരുന്നുകളും അക്ഷരം എഴുതുന്നുണ്ട്. അവിടെയും വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ അല്ലെങ്കിൽ ചടങ്ങുകളാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. 9 കുരുന്നുകളാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ ഇന്നിപ്പോൾ ആദ്യാക്ഷരം കുറിക്കുന്നത്. അവർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ആ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നത്. മന്ത്രിയുടെ വസതിയിൽ വെച്ച് തന്നെയാണ് ആ ചടങ്ങ് നടക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വിവിധ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഇന്നിപ്പോൾ വിദ്യാരംഭ ചടങ്ങുകൾ അതിവിപുലമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ ആഘോഷം അതിഗംഭീരമായിട്ട് തന്നെ നവരാത്രി ആഘോഷമൊക്കെ നടന്നു പോന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് 10 ദിവസവും വലിയ തിരക്കാണ് ഈ ക്ഷേത്ര പരിസരത്തൊക്കെ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൽമണ്ഡപത്തിനകത്താണ്. ഇവിടെ മാത്രമല്ല വിദ്യാരംഭ ചടങ്ങ് നടക്കുന്നത്. തൊട്ടപ്പുറത്ത് ക്ഷേത്രത്തിനപ്പുറത്ത് ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിനകത്തുമൊക്കെ കുട്ടികൾ ആദ്യാക്ഷരം എഴുതുന്നുണ്ട്. അങ്ങനെ 2 സ്ഥലത്തായിട്ടാണ് ഇവിടെ ഇപ്പോൾ കുട്ടികൾക്ക് ആദ്യാക്ഷരം എഴുതുന്നതിന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എന്തുകൂടി പറയണം, ഈ 2 സ്ഥലത്തും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. 2 ഇടങ്ങളിലും കുട്ടികളെ ആദ്യാക്ഷരം എഴുതിക്കുന്നതിന് വേണ്ടി ഏകദേശം 50ഓളം ഗുരുക്കന്മാരാണ് ഇവിടെ എത്തുക എന്നുള്ളതാണ്. ഓരോരുത്തരിങ്ങനെ വന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ രാവിലെയൊക്കെ ശിവകുമാറൊക്കെ കുട്ടികളെ അക്ഷരം എഴുതിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹമൊക്കെ മടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഗുരുക്കന്മാരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നവരുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിനുൾപ്പെടെ
വലിയ പ്രാധാന്യമുണ്ട്. ചരിത്രപരമായിട്ടും വലിയ പ്രത്യേകതയുള്ള ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികളെ കൊണ്ട് ആദ്യാക്ഷരം എഴുതിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ദൂരസ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ എത്തുന്നവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷമൊക്കെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഇവിടെ കുട്ടികളെ കൊണ്ട് അക്ഷരം എഴുതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നേ തന്നെ എത്തിച്ചേർന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ളവരൊക്കെ ഇവിടെ എത്താറുണ്ട്. അങ്ങനത്തെ പ്രത്യേകത കൂടിയുള്ള ഒരു ഇടമാണ് നമ്മുടെ ഈ പൂജപ്പുര സരസ്വതി മണ്ഡപം എന്ന് പറയുന്നത്. അക്ഷരങ്ങളുടെ ദേവിയാണല്ലോ സരസ്വതി. അപ്പോൾ സരസ്വതി ക്ഷേത്രത്തിൽ തന്നെ തങ്ങളുടെ കുട്ടികളെ കൊണ്ട് ആദ്യാക്ഷരം എഴുതിപ്പിക്കണം എന്ന് കരുതി എത്തുന്നവരൊക്കെയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വലിയ പ്രത്യേകതകളുണ്ട്. ഈ ക്ഷേത്രത്തിന് സമീപത്താണ് ഈ സരസ്വതി മണ്ഡപമുള്ളത്. 28 കരിങ്കൽ തൂണുകളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു കരിങ്കൽ മണ്ഡപമാണ് ഇത്. അത്തരത്തിൽ വലിയ പ്രത്യേകത കൂടിയുണ്ട്. ഇതിന്റെ കരിങ്കൽ തൂണുകളിൽ ഇതിഹാസ കഥാപാത്രങ്ങളെ കൊത്തിവെച്ചിട്ടുണ്ട്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഈ സരസ്വതി മണ്ഡപം സ്ഥാപിക്കപ്പെട്ടത്. അങ്ങനെ വലിയ പ്രാധാന്യം ചരിത്രപരമായിട്ട് ഉൾപ്പെടെ ഉള്ള വലിയ സവിശേഷത ഉള്ള ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ടാണ് കുട്ടികളെ ഇവിടെ തന്നെ അധ്യക്ഷണം എഴുതിപ്പിക്കണം എന്ന് കരുതി പല രക്ഷകർത്താക്കളും ഒക്കെ ഇവിടെ എത്താറുള്ളത്. ഇപ്പോൾ സമ്പത്ത് ഇവിടെ ഇപ്പോൾ കുട്ടികളെ ആദ്യാക്ഷരം എഴുതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്നുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയ കലാ സാംസ്കാരിക മേഖലകളിൽ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ കുട്ടികളെ ആദ്യാക്ഷരം എഴുതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ സരസ്വതി മണ്ഡപത്തിലേക്ക് ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇത് ഒരു പതിവ് കാഴ്ചയാണ്. എല്ലായ്പ്പോഴും നമ്മൾ ഇവിടെ വരുമ്പോൾ കാണാറുള്ളതാണ്. ഇത്തരത്തിൽ പ്രഗത്ഭർ വിവിധ മേഖലകളിൽ അവരുടെ പ്രാതിനിധ്യം തെളിയിച്ചവരൊക്കെ തന്നെ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നതിന് വേണ്ടി, ഹരിശ്രീ പകർന്നു നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്ന കാഴ്ച പതിവ് ഒട്ടും തെറ്റാതെ ഇത്തവണയും നമുക്ക് ആ കാഴ്ച കാണാമെന്നുള്ളത് തന്നെയാണ്. കൂടാതെ ഇപ്പോൾ രാവിലെയൊക്കെ പുലർച്ചെയൊക്കെ തിരക്ക് കുറവായിരുന്നു. ഇപ്പോൾ സമയം കഴിയും തോറും വലിയ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. കൂടുതൽ കുട്ടികൾ ഇവിടേക്ക് ആദ്യാക്ഷരം എഴുതുന്നതിന് വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. മറ്റ് ചടങ്ങുകൾ ഉൾപ്പെടെ ഇവിടെ നടക്കുന്നുണ്ട്. വിദ്യാരംഭ ചടങ്ങുകൾ മാത്രമല്ല, തൊട്ടപ്പുറത്ത് ഞാൻ പറഞ്ഞതുപോലെ ഈ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളൊക്കെ തന്നെ തൊട്ടപ്പുറത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങുകൾക്ക് എല്ലാത്തിനും വേണ്ടിയിട്ട് പങ്കെടുക്കാൻ എത്തുന്ന കുട്ടികളുടെയും അവരുടെ രക്ഷകർത്താക്കളുടെയും ഒക്കെ വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഭക്തരുടെ തിരക്ക് സരസ്വതിയെ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും വിനയ രാജ് ചേരുന്നു. വിനയ, ഈ ഒരു ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ ഈ എഴുത്തിനെഴുത്ത്